ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ സദ്യകളിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും കോവയ്ക്ക ഫ്രൈ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നല്ല പച്ച കോവയ്ക്ക നന്നായിരിക്കും. ഇതിലിപ്പോൾ 1-2 എണ്ണം പഴുത്ത് തുടങ്ങിയതുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ കോവയ്ക്ക ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ചെറിയ സവോളയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 സവോള എടുക്കുക. ഇപ്പോൾ വലിയ സവോള ആയതുകൊണ്ട് 1 സവോള. അതോടെ കോവയ്ക്കോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കാം. 1 മിനിറ്റ് ഈ കോവയ്ക്ക കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം. ഇങ്ങനെ ഞെരടിയെടുക്കുമ്പോൾ ഈ കോവയ്ക്കയിലും സവോളയിലും വെള്ളം വെളിയിൽ വരും. ആ വെള്ളം നമുക്ക് കളയാനല്ല, അതിൽ വേണം നമുക്ക് ബാക്കി മസാലകളൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പം ഞാൻ അങ്ങനെ തിരുമ്മിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ തുള്ളിയായിട്ട് വെള്ളം വീഴും. നിങ്ങൾ ഇതുപോലെ തിരുമ്മിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് സവോളയുടെയും കോവയ്ക്കയുടെയും വെള്ളം ഇറങ്ങി വരും. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റാണ്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആണ് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് അളവ് പറഞ്ഞത്. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിച്ചാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ. നിങ്ങൾ എടുക്കുന്ന സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 4 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ സോഫ്റ്റ് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഇനി ഈ അരിപ്പൊടിയുടെ ഇരട്ടി വേണം നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കണം. 4. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടലമാവെല്ലാം അവിടെ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വേറെ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കത്തില്ല. ഈ സവോളയുടെയും കോവയ്ക്കയുടെയും ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കോവയ്ക്കൊന്ന് മുക്കി വറുത്തെടുക്കണം. അപ്പോൾ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് എണ്ണ മതിയാവും. ആദ്യമേ നമുക്ക് ഒരു കോവയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിളച്ച എണ്ണയിൽ വേണം ഇട്ട് വറുത്തെടുക്കാം. കോവയ്ക്കൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ മാവ് നമ്മൾ ചേർത്തിട്ട് മാവ് മൊരിഞ്ഞ് കോവയ്ക്കയിലേക്ക് ചേരും. അതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കോവയ്ക്കും സവോളയ്ക്കും ഒന്ന് വെന്ത് വരേണ്ടതാണ്. തീ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിൽ ഇരുന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തീ കൂട്ടിയിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള എണ്ണയെല്ലാം വെളിയിലേക്ക് ഇറങ്ങി വരും. വീണ്ടും ഇതുപോലെ തന്നെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.